അധ്യാപക പെൻഷൻ ആനുകൂല്യം സംഘടിപ്പിക്കാൻ പിൻവാതിൽ നീക്കവുമായി കെ.ടി. ജലീൽ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം രാജിവെച്ചത്, അതായത് അധ്യാപകനായിരുന്നു, അവിടെ നിന്ന് രാജിവെച്ചത് അത് വിടുതലാക്കി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചത്. എയ്ഡഡ് അധ്യാപകർ മത്സരിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി ചട്ടം നേരത്തെ ഉണ്ട്. അത് മറികടന്നാണ് അതിനെ തുടർന്ന് 2021 അദ്ദേഹം ജോലിയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി രാജിവെച്ചിരുന്നത്. നിലവിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ രാജി ഒഴിവാക്കി, അതായത് അന്ന് രാജിവെച്ചതല്ല അത് വിടുതലാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാരിനെ സമീപിച്ചത്. അനുകൂല സമീപനം സ്വീകരിച്ച കോളേജ് മാനേജർ സർവീസ് ബുക്ക് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയച്ചു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, അന്ന് രാജിവെച്ചത് മത്സരിക്കാനായിട്ടാണ്, പക്ഷെ രാജിവെച്ച് പോകുമ്പോൾ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് വിടുതലാക്കി മാറ്റി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നീക്കമായിരിക്കണം. കോളേജ് മാനേജ്മെന്റും ഇതിനോട് വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത് എന്നറിയുന്നു. ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്? ചട്ടവിരുദ്ധമായ നടപടിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ജിൽസിയാൻ സൈഫു, അതായത് അദ്ദേഹം തിരൂരങ്ങാടി PSM കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന സമയത്താണ് 2021 മാർച്ച് മാസത്തിലാണ് അദ്ദേഹം രാജിവെക്കുന്നത്. സ്വാഭാവികമായും അന്ന് ഒരു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, ഇത്തരത്തിൽ എയ്ഡഡ് കോളേജ് അധ്യാപകർ മത്സരിക്കുകയാണെങ്കിൽ അവർ രാജിവെക്കണം, ലീവ് എടുത്ത് മത്സരിക്കാൻ കഴിയില്ല, രാജിവെക്കണം എന്ന്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് അദ്ദേഹം 2021 മാർച്ച് മാസത്തിൽ അദ്ദേഹം കോളേജ് അധ്യാപനത്തിൽ നിന്ന് രാജിവെക്കുന്നത്. അദ്ദേഹം നേരിട്ടെത്തിയായിരുന്നു രാജിവെച്ചിരുന്നത്. അന്ന് അത് വലിയ തരത്തിലുള്ള വാർത്തയാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും കെ.ടി. ജലീൽ മത്സരിക്കാൻ വേണ്ടി രാജിവെക്കുന്ന തരത്തിൽ അത് വലിയ തരത്തിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദ് ചെയ്തിരുന്നു. അങ്ങനെ രാജിവെക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ അത് സുപ്രീം കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ആ രാജി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 2024 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി, അതായത് PF-ന്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് രാജിവെച്ചത് അത് ഒഴിവാക്കി അത് വിടുതലാക്കി തരണം എന്നുള്ളതാണ്. തനിക്ക് ആനുകൂല്യങ്ങൾ, അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ അത് വിടുതലാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ.ടി. ജലീൽ 2024 നവംബർ 14 കോളേജ് അധികൃതർക്ക് കത്ത് നൽകുന്നത്. എന്നാൽ കോളേജ് അധികൃതർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് അധികൃതർ ഈ കത്ത് പിന്നീട് കോഴിക്കോട് ഉന്നത വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ കോളേജ് അധികൃതർ ഒരു അനുകൂല സമീപനം സ്വീകരിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് 2024 നവംബർ 14 കോഴിക്കോട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു സ്വമേധയാ ഒരു അധ്യാപകൻ രാജിവെച്ച് പോയ ഒരു അധ്യാപകൻ പിന്നീട് അദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണ്. അത് എത്ര കണ്ട് പ്രാവർത്തികമാണ് എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. അതേസമയം കെ.ടി. ജലീൽ പറയുന്നത് തനിക്ക് താൻ 12.25 കൊല്ലത്തോളം ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളാണ് താൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ രാജിവെച്ചവർ പിന്നീട് ആനുകൂല്യങ്ങൾ പലരും വാങ്ങിയിട്ടുണ്ട്. സർക്കാർ ഇതിന് നിയമപരമായി അതിന് അനുകൂല സമീപനമാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് കെ.ടി. ജലീൽ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർവീസ് ബുക്കിൽ ഒരുപക്ഷെ സർവീസ് ബുക്കിൽ രാജിവെച്ചതായിട്ടായിരിക്കും ഒരുപക്ഷെ കാണിക്കുക. അത് തിരുത്താൻ അല്ലെങ്കിൽ അതിൽ വിടുതലാക്കി മാറ്റണം എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ.ടി. ജലീൽ ഈ അധികൃതരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സർവീസ് ബുക്കിൽ അത്തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ശരി ജംഷീർ, ജിൽസി, എന്തായാലും P.K. ഫിറോസും കെ.ടി. ജലീലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ കുറെ ദിവസമായി തുറന്നു വരുന്നുണ്ട്. ഈ വിഷയം ഫിറോസിന്റെയും ലീഗിന്റെയും കയ്യിൽ കിട്ടിയാലും എന്താവും അറിയില്ല. എന്തായാലും അതിന് കോളേജൊക്കെ അനുകൂല നിലപാടാണ് എടുത്തത്. സ്വാഭാവികമായിട്ട് ചട്ടങ്ങൾ മറികടന്നാണ്. അപ്പോൾ ഇനി ഇതൊരു വാർത്തയായ സ്ഥിതിക്ക് ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്നും കൂടി കണ്ടറിയണം. പോരാട്ടത്തിലേക്ക് അടക്കുമോ എന്നൊക്കെ